രഞ്ജിത്ത്, ഇനി നമുക്ക് ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പ് യോഗ പ്രാണവിദ്യയുടെ മഹാത്മാ ചോവാക്കോക്സി ആൻഡ് ഷാർലറ്റ് തയ്യാറാക്കിയ ഗുരുവായിരിക്കുന്ന മഹാത്മാ ചോവാക്കോക്സിയുടെ അനുഗ്രഹത്താൽ പഠിക്കേണ്ടുന്ന ഏറ്റവും മഹനീയമായ ഒരു കോഴ്സാണ് ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പ്. അർഹതപ്പെട്ടവനാവുക, ഒരു അർഹാത്തിക് പ്രാക്ടീഷണർ ആവുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അർഹാത്തിക് പ്രാക്ടീഷണർ എന്താണ് അർഹാത്ത് എന്ന് പറഞ്ഞാൽ? അർഹതപ്പെട്ട ഒരു സംസ്കൃത വാക്കാണത്. അർഹതപ്പെട്ട ഒരാളായി മാറുക. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഉദാഹരണം പറയാം. പരമഹംസ, ഒരു പരമമായ ഹംസം. എന്താണ് പരമമായ ഹംസം? ഹംസം എന്നുള്ളതൊരു പ്രതീകമായിട്ടാണ്. ഹംസം ഏറ്റവും വൃത്തിയും മികച്ചതുമായിട്ടുള്ള സ്ഥലത്തെ അത് ജീവിക്കൂ എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഭക്ഷണം അത് കഴിക്കൂ എന്നുള്ളതാണ്. സിംബോളിക്കലി പറയും, അത് പാലും വെള്ളവും കലർത്തി വെച്ചാൽ അത് അതിൽ പാലിനെ മാത്രം വലിച്ചെടുത്ത് കുടിക്കുമെന്നാണ് സങ്കല്പം. ഇതൊക്കെ ഒരു മിത്തുകളാണ്. പക്ഷേ ഇതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ഒരു അർഹതപ്പെട്ട ഒരാൾ, അർഹതപ്പെട്ടവനായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ സാധിക്കുന്ന തലത്തിലേക്കുള്ള പരിശീലനങ്ങളുടെ തുടക്കമാണ് ഈ ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പ്. ഒരു ഉന്നതനായിട്ടുള്ള യോഗീ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എസെൻസ് ഓഫ് ദ പവർ ഓഫ് ദ ഫോംസ്. ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ആർ ദർ. അതിൽ വളരെ അമൂല്യമായ കോഴ്സുകൾ, ധ്യാനങ്ങൾ കോർത്തിണക്കിയതാണ്. ഇതെല്ലാവർക്കും പഠിക്കാൻ അവകാശമുള്ളതാണ്. നമുക്കിത് ലെവൽ 1 യോഗ പ്രാണവിദ്യ ലെവൽ 1 പഠിച്ച ആളുകൾക്ക് പോലും പഠിക്കാനായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ്റെ നിർദ്ദേശപ്രകാരം അത് ലെവൽ 1 ബേസിക് കോഴ്സ് പഠിച്ച ആളുകൾക്ക് ഇത് പഠിക്കാമെന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ കോഴ്സുകളും ചെയ്യുക എന്നുള്ളത് ഇത് ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ മറിച്ച് ഹീലിങ്ങിനെ വളരെ ശക്തനാക്കാനായിട്ട്, ഹീലിങ്ങിനെ വളരെ പവർഫുള്ളാക്കാനായിട്ടുള്ള ഒരു പരിശീലനമാണിത്. പക്ഷെ ലെവൽ 1 പഠിച്ച ഒരാൾക്കും അർഹാത്തിക് യോഗ പഠിക്കണമെങ്കിൽ അത് പഠിച്ച് അത് പരിശീലിച്ച് അദ്ദേഹത്തിന് ഒരു വലിയ ഉന്നത തലത്തിലുള്ള ഒരു യോഗീ തലത്തിലേക്ക് ഉയർന്ന് ഭൂമിയുമായി അമൂല്യമായ ബന്ധം സ്ഥാപിച്ച് സമൃദ്ധിയുടെയും ആരോഗ്യപരമായ ശക്തിയുടെയും കൂടെ തന്നെ ഈശ്വരീയമായ ബന്ധം സ്ഥാപിച്ച് ഏറ്റവും അർഹതപ്പെട്ടവനായിട്ട് ജീവിക്കാൻ ഇവിടെ ഭൂമിയിൽ സാധിക്കുന്ന പരിശീലനമാണ് ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പ്. ഇത് പ്രിപ്പറേറ്ററി ലെവലാണിത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. 2 കൊല്ലം പരിശീലിച്ച് പാകതപ്പെട്ടുവെങ്കിൽ മാത്രമേ അവർക്ക് ഈ രണ്ടാമത്തെ അതിൻ്റെ ലെവലുകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഉള്ളതാണ്. കാരണം അത് ആരും അങ്ങനെ പഠിപ്പിക്കില്ല എന്നുള്ളതല്ല. അവർക്ക് അടുത്ത ലെവലുകൾ പഠിക്കാനായിട്ടുള്ള പരിശീലിപ്പിക്കുമ്പോൾ അത് മനസ്സിലാവാനും അതിൽ നിന്നും വരുന്ന ശക്തമായ ഊർജത്തെ താങ്ങി നിർത്താനും അത് ശരീരത്തിൽ അസിമിലേറ്റ് ചെയ്യാനും ആ തലത്തിലേക്ക് ഉയരപ്പെടാനും ഒക്കെ ആയി തീരണം. പാകമാകാതെ നമ്മളത് പഠിക്കാനായിട്ട്, അത് പാകമായാലാണത് നമുക്ക് പഠിച്ച് അത് നമുക്ക് ഗുണപരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വളരെ ഉന്നത തലത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുമെന്ന് നമുക്ക് കാണാം. ഈ അർഹാത്തിക് യോഗ ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെവൽ 1 ലെവൽ 2 പഠിച്ചു കഴിയുന്നതോട് കൂടി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് കാണാൻ പറ്റും. നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സന്തോഷത്തോടു കൂടി തിരക്കുണ്ടാവുകയും മറ്റുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേറ്ററി കോഴ്സാണ്. ശരിയായിട്ടുള്ള യോഗി തലത്തിൽ ഉയരുക. അപ്പോൾ നാം വിചാരിക്കും അർഹാത്തിക് യോഗ മറ്റുള്ള കാര്യങ്ങൾ ഈ ഹീലിങ്ങിനൊക്കെ ഏറ്റവും മികച്ചതാക്കി അർഹാത്തിക് യോഗ പഠിച്ചാൽ ഈ ഹീലിങ്ങിനൊക്കെയുള്ള അഭൂതപൂർവമായ ശക്തി നമ്മളിൽ ഉണർന്നു തുടങ്ങും. നാം ഹീലിങ്ങൊക്കെ അതിൻ്റെ മെക്കാനിക്കൽ സൈഡ്, അതിൻ്റെ സ്പിരിച്വൽ സൈഡ്, അതിൻ്റെ മെൻ്റൽ സൈഡ്, അതിൻ്റെ ഇമോഷണൽ സൈഡ്, അതിൻ്റെ മെൻ്റൽ സൈഡ് ഒക്കെ നമ്മൾ ഫിസിക്കൽ സൈഡ് ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ അത് പരിശീലിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല ഒരു ഹീലറായിട്ട് മാറാൻ സാധിക്കും. പക്ഷെ മറിച്ച് ഈ യോഗിക് സാധനകളിൽ കൂടെ ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പിൽ കൂടെ നാം ആ പഠിച്ചതിനൊക്കെ മാഗ്നിഫൈ ചെയ്ത് വളരെ മൂല്യമായ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൽ പഠിക്കുന്ന ഒന്ന് അച്ചീവിങ് വൺനെസ്, അതായത് നമുക്ക് തത്വമസി എന്ന തത്വമാണ് പഠിക്കാനുള്ളത്. അതൊരു ജ്ഞാനയോഗയാണ്.
ആരാണ്, ആരായിരിക്കുന്നു, ഞാൻ ആരാണ്, അയാം എന്ന് പറഞ്ഞത് ആരാണ്, ഞാൻ എന്ന് പറഞ്ഞത് രഞ്ജിത്ത്, ഞാൻ രഞ്ജിത്താണ്. പക്ഷേ എൻ്റെ ഈ ശരീരം അല്ല അത്, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് ഐ ആം എന്ന് പറയുന്നത്. തത്വമസി, നീയും ഞാനും പരബ്രഹ്മവുമായിട്ട് നിൽക്കുന്ന എല്ലാതും ഒരുമിച്ച് ചേർന്നതാണ്, എല്ലാം ഒരുമിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ്. അതെന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ധ്യാനത്തിൽ കൂടെ സോൾ മെഡിറ്റേഷൻ എന്ന് പറയും, ബ്ലൂ പേൾ മെഡിറ്റേഷൻ എന്ന് വേറൊരു പേരിൽ പറയും. പല പാരമ്പര്യങ്ങളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാരമ്പര്യങ്ങളിൽ മഹാത്മാ ചവാക്കോക്സി യോഗ പ്രാണവിദ്യയിൽ അതിനെ വളരെ സ്പഷ്ടമായി വളരെ ഇഫക്റ്റീവ്ലി അതിനെ തയ്യാറാക്കിയിട്ട് എല്ലാ പല സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇത് പഠിപ്പിക്കുന്നതാണ്. ആ പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ രീതികൾ. ഇതും കൂട്ടിക്കുഴയ്ക്കുകയല്ല വേണ്ടത്. ഇത് അതിനെ എങ്ങനെ വളരെ ഇഫക്റ്റീവ്ലി ഊർജ്ജതന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ എത്രമാത്രം മികച്ചതാക്കാൻ പറ്റുമോ എന്നുള്ളത്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നതുകൊണ്ട് അതിനെ ആ ധ്യാനത്തെ വളരെ പരിപോഷിപ്പിക്കപ്പെട്ട് വളരെ ഇഫക്റ്റീവ്ലി നമുക്ക് ആ യൂണിയൻ വിത്ത് ഹയർ സോൾ, നമ്മുടെ ഉന്നതാത്മാവിലേക്ക് നമ്മളെപ്പോഴും ഉന്നതാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക തന്നെയാണ്. നമ്മുടെ തന്നെ ആത്മാവ് അത് നമ്മുടെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ക്ലാസ്സിൽ നിന്ന് കൂടുതലായിട്ട് വിശദീകരിക്കാം സാധിക്കും. നമ്മുടെ 12 ഇഞ്ച് മുകളിലായിട്ട് നിൽക്കുന്ന സോളിനെ അത് പരമാത്മാവുമായിട്ട്, അതിൻ്റെ ഇടയിലും പല ലെയറുകളുണ്ട്. ഏറ്റവും സുപ്രീം സോളായിട്ട് അതിനെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള പരിശീലനമാണ്. ആദ്യം ഉന്നതാത്മാവിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ ക്രൗണിൽ കൂടെ കടന്നു വരുന്ന ഊർജ്ജതത്വങ്ങൾ ഹയർ സോളുകളുമായിട്ട് അവിടെ നിന്ന് കൂടുതൽ വ്യക്തത വരും. നമുക്ക് ജീവിതത്തിനെ കുറിച്ച് എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള കഴിവുകൾ, അതുപോലെ തന്നെ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ്, ഇന്നർ ക്ലാരിറ്റി, ഇന്നർ പ്യൂരിഫിക്കേഷൻ, ഇന്നർ നോളജ്, ഇന്നർ ബ്രീത്ത്, ഇതൊക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങും. പല കാര്യങ്ങളും ഇതുവരെ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അത് ആ ഉന്നതാത്മാവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നാം ഏറ്റവും മികച്ചതായിട്ടുള്ള, നമുക്ക് ബൗണ്ടറികളില്ലാത്തൊരു തലത്തിലേക്ക് നമ്മൾ മാറ്റം ചെയ്യപ്പെടും. നമ്മുടെ ഉള്ളിലുള്ള ഇൻകാർണേറ്റഡ് സോള് നമ്മൾ പഠിച്ചതും കണ്ടതും അറിഞ്ഞതും മാത്രമായിട്ട് അറിഞ്ഞു നിൽക്കുമ്പോൾ, നമ്മുടെ അനുഭവങ്ങളും മാത്രമായിട്ട് അറിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഉന്നതാത്മാവിന് പരിധികളില്ലാത്ത അറിവുകളാണുള്ളത്. അത് മെച്യൂറല്ല. നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് മെച്യൂരിറ്റി പ്രാപിക്കും തോറും ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസുകൾ, പ്രവൃത്തി പരിചയങ്ങൾ അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും എവിടേക്ക്, ഇൻകാർണറ്റ് സോളിൽ നിന്ന് ഉന്നതാത്മാവിൽ. അപ്പോൾ അവിടെ അത് പരിണാമം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഉന്നത തലത്തിലേക്ക് അത് മാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് പ്യുവറാണ്. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് വളരെ പ്യുവറാണ്. നമ്മുടെ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം ആരായിരിക്കുന്നു, ഈ ജന്മത്തിൽ ആരായിരിക്കുന്നു, ആ ജന്മത്തിൽ നിന്നും അനുഭവിച്ചറിയേണ്ടതും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കർമ്മബാധ്യതകൾ, കർമ്മദോഷങ്ങൾക്കുള്ള തീർക്കലുകളൊക്കെ ആയിട്ട് നാം ചെയ്തു വരുമ്പോൾ, നാം പ്യൂരിഫൈഡായിട്ട് വരുമ്പോൾ അത് ഉന്നതാത്മാവിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുകയും ഉന്നതാത്മാവ് അത് അവിടെ പരിപോഷിക്കപ്പെടുകയും അത് കൂടുതൽ പരിണാമത്തിലേക്ക്, എവല്യൂഷനിലേക്ക് എത്തിച്ചേരുകയും അത് പരമാത്മാവിലേക്ക് എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ ഈ ദ പാത്ത് ടു ആർക്കിടെക്ചർഷിപ്പിൽ ഒരു മെഡിറ്റേഷനാണത്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പരിശീലിക്കാനായിട്ട് ഈ കോഴ്സിന് സാധിക്കും. പിന്നെ ഒരു മെഡിറ്റേഷൻ ഉള്ളതാണ് ഭക്തിയോഗ. ഭക്തിയോഗം എന്ന് പറയുന്നത് നമ്മൾ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ്റെ ചരിത്രമൊക്കെയാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് അത്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണവശങ്ങൾ, അതെങ്ങനെ കൃത്യമായി അത് പരിശീലിക്കണം, അത് ജീവിതത്തിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, ജീവിതത്തിലുണ്ടാക്കുന്ന നന്മകൾ, അഭിവൃദ്ധികൾ, സന്തോഷങ്ങൾ, സ്നേഹകാരുണ്യങ്ങളൊക്കെ അറിയാനായിട്ട് സഹായിക്കുന്നതാണ്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒന്നും കൂടെ പഠിക്കും. നമ്മൾ ബേസിക് ക്ലാസ്സിൽ നിന്ന് ഇത് പഠിച്ചതാണ്, ലെവൽ 1ൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ ഒന്നും കൂടെ വിശാലമായിട്ടത് മനസ്സിലാക്കുമ്പോൾ ഓരോ രാജ്യങ്ങളിലും അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, ഇതിന് വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്നത് ഒക്കെ, ഓരോ യോഗി സാധനകൾ ചെയ്യുന്ന, യോഗി പരിശീലനം ചെയ്യുന്ന ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ള യോഗി സാധനങ്ങൾ അവരെങ്ങനെയാണ് ഇതിനെ പരിശീലിക്കുന്നത്, എന്ത് പേരിലാണ് വിളിക്കപ്പെടുന്നത്, എങ്ങനെയാണ് മഹാത്മാ ചവാക്കോക്സി അതിനെ വളരെ ഇഫക്റ്റീവ്ലി തയ്യാറാക്കിയെന്നൊക്കെയാണ് നമുക്കതിൽ പഠിക്കേണ്ടത്. അപ്പോൾ
അതൊരു ഫൗണ്ടേഷൻ, ധ്യാനം ചെയ്യുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ഈശ്വരീയമായ ഉപകരണമാവുകയും നാം ഡിവൈനിറ്റിയായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഭൂമിയുമായിട്ട് വളരെ അടുത്ത റൂട്ടിങ് നടക്കുകയും നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്തൊക്കെ കൂടി വരുത്തി ഒരു പാകപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ചെയ്യാവുന്ന അതിൻ്റെ അടുത്ത മെഡിറ്റേഷൻ ദ അച്ചീവിങ് വണ്ണസ് വിത്ത് ദ ഹയർ സോൾ, ദ ബ്ലൂ പേൾ മെഡിറ്റേഷൻ, നീലമുത്ത് ധ്യാനം എന്നൊക്കെ പറയും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കടലിലേക്ക് താഴ്ന്നു പോയി. കടലിൽ നീല തടാകത്തിൽ നിറഞ്ഞിരിക്കുന്ന തടാകത്തിൽ ഒരു കടലിൽ ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം ഉള്ളിലുള്ള ബ്ലൂ പേള് വികാസം പ്രാപിച്ചു എന്നാണ് അതിൻ്റെ ആന്തരികമായ അർത്ഥം. നമുക്കൊരു സീഡുണ്ട് നമ്മുടെ ഉള്ളിൽ, അത് മെൻ്റൽ പെർമനൻ്റ് സീഡ് എന്നാണ് പറയുക, അതിനെ നീലമുത്ത് എന്നാണ് പറയുക. ഒരു നമ്മുടെ ഉള്ളിലുള്ള ഇൻഫിനിറ്റി, എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ചെറിയ ചിന്തകളിലല്ല, വലിയ വലിയ ആശയങ്ങളിലേക്കും ചിന്തകളിലേക്കും നമുക്ക് എത്താനായിട്ട് ആ സീഡ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു യോഗിമാരുടെ ഉയരങ്ങൾ കണക്കാക്കുന്ന ആ മുത്തിൻ്റെ വലിപ്പമാണ്. ആ മുത്ത് വികാസം പ്രാപിച്ച് നമുക്ക് ചുറ്റും അത് നമ്മളൊരു നീല ലോകത്തേക്ക് കടന്നു പോകുന്ന അതുപോലെയുള്ള ശക്തിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ളത് കുണ്ടലിനി യോഗിയാണ്. കുണ്ടലിനി എന്താണ്, കുണ്ടലിനി ശക്തി എന്താണ്, കുണ്ടലിനിക്ക് എത്ര ലെയറുകളുണ്ട്, എങ്ങനെയാണ് കുണ്ടലിനിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക, അതെങ്ങനെ ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മളുടെ മെറ്റീരിയലൈസേഷൻ. ഈ കുണ്ടലിനി ഉയരും തോറും അതിൻ്റെ വ്യത്യസ്തമായ ലെവലുകൾ എന്താണ്. ഒരു തരത്തിലല്ല കുണ്ടലിനി ഉണർന്നുകൊണ്ടിരിക്കുക, പലതരത്തിലും ആ കുണ്ടലിനി നമ്മളിൽ അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഊർജ്ജമായിട്ടാണ് കാണുന്നതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് അത് ഉണരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടുന്ന സമയത്ത് ലൈംഗികമായിട്ടുള്ള ഒരു ബ്ലിസ്സിലേക്ക്, ആനന്ദത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് കുണ്ടലിനി ഉണരുന്നതാണ്. ആ നേരത്ത് ഈ പരസ്പരം ബന്ധപ്പെടുന്നവർ തമ്മിലൊരു ഓംകാരം ഉണ്ടാക്കുന്നുണ്ട്, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ ശബ്ദം തന്നെ നമ്മൾ പ്രപഞ്ചവും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് ചേരുന്നതാണ്. അപ്പോൾ ഈ കുണ്ടലിനി പല സമയങ്ങളിലും അത് ഉയരുന്നുണ്ട്. ചെറിയ തോതിൽ വളരെ ചെറിയ സട്ടിൽ ലെവലിലൊക്കെ തന്നെയാണ് ആദ്യം ഉണരുക. പിന്നീട് അത് ഉണർന്ന് വലിയ ഒരു തലത്തിലേക്ക് അത് ഉണർന്നു വരും. അങ്ങനെയാണ് വലിയ വലിയ യോഗിമാരും ഉന്നതരായിട്ട് സത്യമായി നിലനിൽക്കുന്ന, അല്ലാതെ ഒരുപാട് ഉന്നതരായി പ്രകടിപ്പിച്ച് നടക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല, ശരിയായിട്ടുള്ള ഉന്നതരായിട്ട് സ്വയം പ്രകടമാക്കാതെ അവർ ആ പരിശീലനങ്ങൾ മുഴുകി ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലുള്ള സോളുകളുണ്ട്, ആത്മാക്കളുണ്ട്. അവരുടെ ഈ ഊർജ്ജശക്തി, അവരുടെ ചക്രങ്ങളൊക്കെ വികസിച്ച് വരുമ്പോൾ അതിനെ ലോക നന്മയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, എന്താണ് ലോക നന്മയ്ക്ക് വേണ്ടി നാം ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള തലത്തിലാണ് അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക്, അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ശക്തികളൊക്കെ ഉപയോഗിക്കുക. എല്ലാതും സമസ്ത സുഖനോപബന്ധു, ലോകത്തിലെ എല്ലാ സർവ്വചരാചരങ്ങൾക്കും നന്മയുണ്ടാകാനായിട്ട്. അപ്പോൾ കുണ്ടലിനി ധ്യാനം പരിശീലിക്കുമ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പരിശീലിക്കാനായിട്ട് നിർദ്ദേശമുള്ളൂ. അത് പഠിപ്പിക്കുമ്പോൾ ആ ഷെഡ്യൂളിൽ നമ്മൾ പറയും. പിന്നെ നാം വളരെ മികച്ചതായ തലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് കുണ്ടലിനി യോഗ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് ധ്യാനയോഗ, അത് വളരെ മികച്ച ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന അഭൂതപൂർവമായ ശക്തിവിശേഷങ്ങൾ, നമ്മെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുന്നതും എത്ര അകലെ നിന്നാണെങ്കിലും നമ്മളെക്കുറിച്ച് ഓർക്കുകയോ ഒരു സൈക്കിക് എബിലിറ്റി നമ്മൾ വേണ്ടിയിരിക്കും. നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നുമുള്ള ചിന്തകൾ പോലും നമുക്കറിയാനായിട്ട് സാധിക്കുന്നതാണ് ധ്യാൻ യോഗ. അത് പരിശീലിക്കുമ്പോൾ അസ്ട്രൽ ബോഡി നമ്മുടെ ബോഡിയിൽ നിന്ന് വിട്ട് അത് പുറത്തേക്ക് സഞ്ചരിക്കുന്നത് കാണാം. ആ ധ്യാനം കൃത്യമായി പരിശീലിച്ച് അതിൻ്റെ ശരിയായ തലത്തിലേക്ക് നമ്മളിൽ നിന്നും നമ്മുടെ ബോഡി ഒരു പ്രത്യേക ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ അസ്ട്രൽ ബോഡി ട്രാവൽ ചെയ്യുന്നതും നമുക്ക് പല ലോകങ്ങളും കാണാൻ സാധിക്കുന്നതൊക്കെ ഈ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ധ്യാനയോഗ പരിശീലിക്കുന്ന ഇത് വളരെ നമ്മുടെ അവെയർനെസ്, നമുക്ക് എന്താണ് വേണ്ടത് വേണ്ടാത്തത്
എന്താണ് സെൻസ് ചെയ്യേണ്ടത്, അത് നല്ലതാണോ, എന്താണ് ഇടപഴകുന്ന ജീവിതം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആലോചിച്ചാൽ മതി. നമ്മൾ ഓരോ കാര്യങ്ങളിലും ഓരോ ദിവസം ഇടപെടുമ്പോൾ അത് ശരിയാണോ, നല്ലതാണോ, ചീത്തയാണോ, അത് നമുക്ക് നല്ലതല്ല എന്നുള്ളൊരു അവയർനെസ് നമുക്കുണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ധ്യാനയോഗ. മാത്രമല്ല, നമുക്ക് മുൻപൊക്കെ ഋഷിമാരൊക്കെ വളരെ അകലെ ഒരു സ്ഥലത്ത് കുന്നിൻ്റെ താഴ്വാരങ്ങളിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരണപ്പെടാനായിട്ട് അദ്ദേഹം ശക്തമായി വിളിച്ചുകൊണ്ടിരിക്കേണ്ട കുറേ കിലോമീറ്റർ പുറത്താണ് ഉള്ളതെങ്കിലും അദ്ദേഹത്തിന് ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ ഓറയിലേക്ക് വന്ന് തട്ടുകയും അതിനെ മനസ്സിലാക്കി. അതാണ് ഈ അവയർനെസ്. ചുറ്റുമുള്ള അറിയേണ്ട കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ ഒരു അപകടം പറ്റുമ്പോൾ അദ്ദേഹം പറയുന്നു ശിഷ്യന്മാരോട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് ചെല്ലണം, അവിടെ ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേഗം എടുത്ത് രക്ഷിക്കണം എന്ന് പറയുന്ന ശിഷ്യന്മാർ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പ്രാണനെ രക്ഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളാണെങ്കിൽ പോലും അതിന് ഒരു അർത്ഥതലമുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ അവയറാവാനായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ ധ്യാനം പരിശീലിക്കുമ്പോൾ സർപ്പവൈദ്യന്മാർ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സർപ്പവൈദ്യന്മാർ വരുന്ന ആൾ ഏത് ഭാഗത്തു നിന്നാണ്, എത്ര നാഴിക താണ്ടിയിട്ടാണ് ഇവരിവിടെ എത്ര മണിക്കാണ് എത്തുക, അതിന് ഏത് സർപ്പമാണ് അവിടെ കടിച്ചിട്ടുള്ളത്, അപ്പോൾ അതിന് വേണ്ട മരുന്ന് അരച്ചു വയ്ക്കാനൊക്കെ ശിഷ്യരോടൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ ഈ ധ്യാന യോഗ പോലെയുള്ള അവരുടെ സാധനങ്ങൾ, അവർ പഠിച്ച സംവിധാനത്തിലുള്ള അവരുടെ മന്ത്രങ്ങളും ഒക്കെയാണ് അതിനുള്ള എബിലിറ്റി ഉണ്ടാക്കുന്നത്. അതാണ് ഈ ധ്യാന യോഗ എന്ന് പറയുന്നത്. നമ്മുടെ അവയർനെസ് വളരെ സയൻറ്റിഫിക്കലി ഡെവലപ്പ് ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അസ്ട്രൽ ട്രാവലിംഗ് നടത്തിയിട്ട് നമുക്കൊരു ഇന്നർ വിഷൻ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും പല വിഷൻസും നമുക്ക് പല അർത്ഥങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും ലോകത്തെക്കുറിച്ചും ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഇതിൻ്റെ പരിശീലനം കൊണ്ട് കൂടുതൽ നമ്മളെ മികച്ച ഒരാളാക്കും. ഇതാണ് അർഹത്തി യോഗയിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ കുറച്ച് ഹഠയോഗങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. കുറേ ബ്രീത്തിങ് മെത്തേഡ് വളരെ മൂല്യമായ തയ്യാറാക്കപ്പെട്ട, വളരെ ശ്രദ്ധിച്ച് തയ്യാറാക്കപ്പെട്ട ചില ബ്രീത്തിങ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദ പാത്ത് ടു അർഹത്ഷിപ്പിൽ ഈ വരുന്ന തിങ്കളാഴ്ച അതിൻ്റെ ഒരു ബാച്ച് ഇവിടെ തൃശ്ശൂർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ലെവൽ 1 പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കും. അത് ഒരു കാലത്ത് 9:30 10 തൊട്ട് 1 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു മിനിമം 36 hours വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചില ദിവസങ്ങളിൽ ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ചില ദിവസം ക്ലാസ് നിർത്തിവെക്കും. എന്നിട്ട് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ഓടിപ്പിച്ച് പഠിപ്പിക്കല്ല, വളരെ വിശദമായി ഡീറ്റെയിൽ ചെയ്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തൃശ്ശൂർ തിങ്കളാഴ്ച തൊട്ട് ആ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതിന് അർഹതപ്പെട്ടവർക്ക് പഠിക്കാനായിട്ട് വരാനായിട്ട് സാധിക്കും. ഇനി പഠിച്ച ആളുകൾ റിവ്യൂ ചെയ്യണമെങ്കിലും അതിന് അവസരമുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ